ഹലോ. പറ. എവിടെയാ? ഞാൻ അതാ റൂമില് കുളിച്ചിപ്പോ ഇറങ്ങിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് വെക്കട്ടെ. ആ കേക്കാവോ? ആ കേക്കാം. വജസ് എവിടെയാ? വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ സിദ്ധാർത്ഥിന്റെ അമ്മിന്റെ വീട്ടില. മീര ഫുഡ് കഴിച്ചായിരുന്നു? ഇല്ല. നീ ആരെയും നോക്കുന്നേ? ഇവനെന്താ എല്ലാ ദിവസം വർക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ? വീട്ടിൽ പോക്കൂടെ? വീട്ടിൽ പോയി എങ്ങനെ സൊല്ലാൻ പറ്റുമോ? പാവം. എന്നും പറഞ്ഞ് 8 മണിയായി. ഇനിയിപ്പോൾ അവനും കുടിച്ചാത്ത ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ആ കൂട്ടുകാരൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ബൈ. എല്ലാ ദിവസവും നിന്റെ കൂട്ടുകാരനല്ലേ? അല്ല. അല്ല, റൂംമേറ്റ്സ് എല്ലാം ബോറിംഗ് ആന്ന് പറഞ്ഞിട്ട് ഡിജെ പാർട്ടിക്ക് പോയോ? വജസ് എന്നെ ജഡ്ജ് ചെയ്യില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആക്ച്വലി എൻ്റെ റൂംമേറ്റ്സ് അല്ല ബോറിംഗ്, അവർക്ക് ഞാനാണ് ബോറിംഗ്. അവരെപ്പോഴും ഗ്യാങ്ങായി പ്ലാനൊക്കെ ഇട്ട് പുറത്തൊക്കെ പോവും. ഞാനെപ്പോഴും ഒറ്റയ്ക്കാ. അവരുടെ പ്ലാനിലാകെ ഞാൻ ഇൻക്ലൂഡ് ആവുന്നത് റെന്റ് ഷെയർ ചെയ്യുമ്പോൾ മാത്രം. റൂമിൽ കുറെ ആളുണ്ടായിട്ടും ഒറ്റയ്ക്കാവുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതത്ര സുഖമുള്ള കാര്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ കിട്ടുന്നത്. ഉള്ളത് പറയാലോ, നിങ്ങളെല്ലാരും നല്ല അടിപൊളിയാണ്. കുറെ നാളത്തെ പരിചയമുള്ള പോലെ ഒരു കംഫർട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. സിദ്ധാർത്ഥനെ അമ്മേനെ കണ്ടിട്ട് കുറെ ആയി. അടുത്ത പ്രാവശ്യം വരുമ്പോ അവരോടും കൂടെ വരാൻ പറ. അവരും പറയുന്നുണ്ടായി. പിന്നെ അവര് കുറച്ച് തിരക്കായി പോയി. നെക്സ്റ്റ് ടൈം എന്തായാലും കൊണ്ടുവരാം. ഞാൻ വിളിക്കാവേ. കഴിക്കാനൊന്നും ഉണ്ടാക്കി. ശരി ശരി. എന്താണ്? എന്താ ചൂടല്ലേ? വാ, തണുപ്പിക്കാം.